ചാന്റെ റൂമിൽ വരുമ്പോൾ അവർ രണ്ടും കൂടി എടുത്ത ഫോട്ടോസ് അവിടെ ടേബിളിന്റെ മേളിൽ ഇരിക്കുകയാണ്. അവൾ അതെടുത്ത് നോക്കിയിട്ട് അടുത്തുള്ളൊരു ബുക്കിൽ എടുത്ത് വെക്കും. അത് അവന്റെ ഡയറി ആയിരുന്നു, മെമ്മറീസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച ഡയറി. അത് കാണുന്നുണ്ടെങ്കിൽ അവൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് കണ്ടതെന്ന് നമുക്ക് ഓർമ്മ വരും. ആ ഡയറി എടുത്ത് രണ്ടാമത് വായിച്ചു നോക്കും. അതില് സുജിന്റെ ബ്രേസ്ലെറ്റും എല്ലാം വരച്ചു വെച്ചേക്കുന്ന കാണുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അവൾക്ക് ഓരോന്നായിട്ട് ഓർമ്മ വരും. ആദ്യമായിട്ട് അവളെ കണ്ടപ്പോൾ അവൻ ഞെട്ടിയതും, ആ പെണ്ണിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും നേരത്തെ അറിയാവുന്ന കൂട്ട് സംസാരിച്ചതും, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിന്റെ കാര്യം പറഞ്ഞതും എല്ലാം ഓർമ്മ വന്നിട്ട് അവൾ അന്നേരം തന്നെ വീട്ടിലേക്ക് പോയി ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കും. ചാൻ തന്നെയാണതെന്ന് അവൾ ഉറപ്പിക്കും. ഇത്രയും കാലം അവളെ അറിയായിരുന്നു, എന്നിട്ടും അറിയാത്ത കൂട്ട് പ്രിറ്റൻഡ് ചെയ്യായിരുന്നു. അവളുടെ അടുത്ത് നിന്നെല്ലാം ഹൈഡ് ചെയ്യായിരുന്നു എന്നെല്ലാം ഹാരൻ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കും. അവൾ അവിടുന്ന് നേരെ കഫേയിലേക്കാണ് വരുന്നത്. ഫോണൊന്നും എടുക്കാതെയാണ് വരുന്നത്. നമുക്ക് സംസാരിക്കാമെന്നൊക്കെ ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കാത്തതുകൊണ്ട് അവൾ അതൊന്നും അറിയുന്നില്ല. അവിടെ എല്ലാം നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് അവൻ കഫേയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഹാരൻ അവിടെ ഇരിപ്പുണ്ട്. ഇയാളെ ബോസ്റ്റണിലാണ് പഠിച്ചത്, ഹോക്ചാന്റെ റൂംമേറ്റ് ആയിരുന്നു. ഇത്രയും വർഷമായിട്ട് എന്നെ അറിയാം. ഇയാള് ഹോക്ചാൻ ആണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് എന്നോട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. ഏതായിരുന്നു ശരിക്കുള്ള ചാൻ, ഇയാൾ ആരായിരുന്നു എന്നൊന്നും എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ആരോടാണ് സംസാരിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതാണ് സത്യം ഏതാണ് ഫേക്ക് എന്നൊന്നും എനിക്കിപ്പോൾ ഓർത്തെടുക്കാനും പറ്റുന്നില്ല. ആ പേന പോലും കള്ളമായിരുന്നു, അതും ഇയാളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചാൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യും. അവളുടെ പേരറിയായിരുന്നു, മുഖം അറിയായിരുന്നു, അവൾ കടന്നുപോയ കാര്യങ്ങളെല്ലാം അവന് അറിയായിരുന്നു എന്ന് അവൾ വീണ്ടും മനസ്സിലാക്കും. ഈ 7 വർഷം ഞാൻ വിഷമിച്ചത് പിന്നെ എന്തിനെ ഓർത്തായിരുന്നു എന്ന് അവൾ ചോദിക്കും. എന്റെ ഗ്രാൻഡ് മദറിനെ പോലും ഞാനത് കാരണം വിഷമിപ്പിച്ചു. അപ്പോൾ ഈ എന്റെ 7 വർഷവും ഇയാൾ കാരണം ഫേക്കായി മാറിയെന്നല്ലേ അതിന്റെ അർത്ഥം? ആ പേന എനിക്ക് തന്നപ്പോഴെങ്കിലും ഇയാൾക്ക് സത്യം തുറന്നു പറയായിരുന്നു. ഞാൻ സന്തോഷിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോ സന്തോഷിക്കുവാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിലും ഹോക്ചാന്റെ കാര്യത്തിലും ഇന്നിപ്പോ ഇയാളുടെ കാര്യത്തിലും എനിക്ക് സന്തോഷിക്കാനായിട്ട് അനുവാദം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവള് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ പിരിയുകയാണെങ്കിൽ ഇയാളെ പഴയ രീതികളിലേക്ക് മാറിപ്പോകുന്ന എനിക്കൊരു പേടിയുണ്ടെന്ന് ഞാൻ അവളോട് പറയും. ഇയാൾ കാരണമാണ് എന്റെ പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്റെ സന്തോഷം ഇയാളെ ഇല്ലാതാക്കി. ഇയാളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞാൽ പേന എടുത്ത് തന്നിട്ട് അവൾ ഇവിടുന്ന് പോകും. വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ ഹാരൻ അവനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടി കവറിലാക്കി ട്രാഷ് കാനിൽ കൊണ്ടു കളയും. എന്നിട്ട് പഴയ പേന ഉണ്ടായിരുന്നതും വലിച്ചെറിഞ്ഞ് കളയും. അവൾ എന്നിട്ട് ആറ്റിക്കിൽ പോയിരിക്കും. പിറ്റേ ദിവസം ഹായങ് അന്വേഷിച്ച് വരുമ്പോൾ അവൾ അതിനകത്തിരിക്കുകയാണ്. വീണ്ടും എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഹായങ് അവളോട് ചോദിച്ചു. ഹായങ് നോക്കുമ്പോൾ ഹാരൻ നല്ല പനിയുണ്ട്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോഴും റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോഴും അവൾ സമ്മതിക്കുന്നില്ല. ഗ്രാൻഡ് മദർ ഇല്ലാതെ പറ്റത്തില്ല, ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവാണ്, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് അവൾ പറയും. ഹാരൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ടെ ചാൻ വീണ്ടും അവളെ കാണാനായിട്ട് വരും. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ കാറിലേക്ക് കയറുമ്പോൾ ഹായങ് അവനെ കണ്ടുകൊണ്ട് കാറ് നിർത്താൻ തുടങ്ങുമ്പോൾ ഹാരൻ സമ്മതിക്കത്തില്ല. ചാനാണെന്ന് ഇവള് വീണ്ടും പറയുന്നുണ്ടെങ്കിലും കാർ നിർത്തണ്ടെന്ന് തന്നെ അവള് പറയും. രണ്ടുപേരും തമ്മിൽ എന്തോ വഴക്കുണ്ടായി എന്ന് ഹായങ്ങിന് മനസ്സിലാവും. ഹാരന്റെ അടുത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവൻ ഓൾറെഡി എന്താണ് സംഭവിച്ചതെന്നെല്ലാം ടാബിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവളോടൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടാണ് അവൻ പുറകെ നടക്കുന്നത്. കാരണം അവന്റെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ അവൾക്ക് താല്പര്യമില്ല എന്ന് അവൻ ഓൾറെഡി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവൻ അവിടെയും ചെല്ലും. പക്ഷെ എനിക്ക് ഇന്ന് മീറ്റിംഗ്സ് ഒന്നുമില്ല, ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്ന് പറഞ്ഞിട്ട് ഹാരൻ റൂമിൽ കയറി വാതിലടച്ച് കർട്ടന് വിടും. എല്ലാവർക്കും പ്രശ്നമാണെന്ന് മനസ്സിലാവും. ഡോക്ടർ യുഎമ്മിനെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഹാദമോ അവിടെ ഉണ്ട്. അവന്റെ ആംഗിളൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഇല്ല എന്ന് പറയും. അവൻ നന്നായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഡോക്ടർ കോംപ്ലിമെന്റ് ചെയ്യും. അത് കേൾക്കുമ്പോൾ ഹാദമിന് സന്തോഷവും. പക്ഷെ അവൻ ശരിക്കും വേദന കടിച്ചമർത്തിയിരിക്കുകയാണ്. അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേദന ഇല്ല എന്നൊക്കെ പറയുന്നതാണ്. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് വന്ന് ഹാരൻ റിപ്പോർട്ട് ചെയ്യും. പാർക്കിന്റെ അടുത്ത് വീട്ടിൽ പൊക്കോളൂ, ഞാൻ ഇവിടെ നിൽക്കാം എന്നവൾ പറയുന്നുണ്ടെങ്കിലും പാർക്ക് സമ്മതിക്കത്തില്ല. അവളുടെ മുഖം കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് കിമ്മിന് മനസ്സിലാവും. നിനക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ, ചാനിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അമ്മമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ പനിയുണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് മാത്രമേ അവള് പറയുന്നു. പാർക്ക് ചാനിനെ വിളിച്ചു നോക്കും. അവന്റെ സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൗണ്ടിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലല്ലോ, എനിക്ക് പാർക്കിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ ജീനിയസിനെ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യും. മിസ് കിം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അന്ന് മുതൽ ടേസൂക്ക് പുറത്തു വന്ന് നിൽക്കും, അകത്ത് കയറത്തില്ല, എന്നിട്ട് തിരിച്ചു പോകും. അന്നും അതുപോലെ അവൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ മിസ് കിം അവനെ അകത്തേക്ക് വിളിക്കും. അവൻ ആദ്യം ഹെസിറ്റേറ്റ് ചെയ്യും, പക്ഷെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ അവൻ അകത്തേക്ക് ചെന്നിട്ട് അപ്പോളജൈസ് ചെയ്യും. എനിക്ക് ഇതുവരെ പ്രോപ്പർ ആയിട്ട് മിസ് കിമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ സോറി പറയുന്നത്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാൻ പോവായിരുന്നു, ഞാൻ റിക്കവർ ആയിട്ട് തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് 13 വർഷത്തിന് മുമ്പ് ചെയ്ത കൂട്ട് റെസിഗ്നേഷൻ തരാൻ പോവുമായിരുന്നു എന്ന് ചോദിക്കും.
ഫ്യൂണറലിലൊക്കെ കഴിയുമ്പോൾ ടേസൂക്ക ഒരു റെസിഗ്നേഷൻ ലെറ്ററുമായിട്ടാണ് മിസ് കിമ്മിനെ കാണാൻ വരുന്നത്. ഞാൻ വേണമായിരുന്നു അന്ന് ഡ്രൈവ് ചെയ്യാൻ, എനിക്ക് വയ്യാതെ വന്നതുകൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ അനാവശ്യമൊക്കെ ചിന്തിച്ചു കൂട്ടാൻ നേരം ഉണ്ടെങ്കിൽ ഇയാൾ കോളേജ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ആദ്യത്തെ ട്രയൽ തന്നെ പാസ്സായിക്കോണം, കോളേജിൽ ചേരാനായിട്ട് നോക്കാനാണ് മിസ് കിം അവനോട് പറയുന്നത്. അവനെ പഠിപ്പിക്കുക വരെ ചെയ്തത് മിസ് കിം ആണ്. 13 വർഷം മുമ്പ് നിന്റെ മുഖത്ത് ഇതേ ഭാവം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് നീ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് നിനക്കറിയാവോ? നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ എന്നെ ഓർമ്മ വന്നു. ഞാൻ 20 വയസ്സുള്ളപ്പോൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും ഇല്ലാതെ പാരീസിലേക്ക് പഠിക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഞാൻ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായി. പക്ഷെ കുട്ടിയെ ഒറ്റയ്ക്കാണ് ഞാൻ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തത്. അത്രയൊരു കൊച്ചു കുട്ടിയെ കൊണ്ട് കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ എഫേർട്സിന് പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ പഴയ എന്നോട് എനിക്ക് ഒരേ സമയം സഹതാപവും എന്നാൽ ആ എന്നെ ഓർത്ത് എനിക്ക് അഭിമാനവും തോന്നി. നിന്നിലും ആ സത്യസന്ധതയും ഹാർഡ് വർക്കും ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മിസ് കിം അവനോട് പറയുമ്പോൾ, എന്ന് എന്നെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് തിരിച്ചു തരാനായിട്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യും. നിന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെച്ച ആ ഗിൽറ്റി ഫീലിംഗിൽ നിന്ന് പുറത്തു വരാൻ സമയമായി എന്ന് മിസ് കിം അവനോട് പറയും. അന്ന് നീ ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ ആ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാമായിരുന്നു എന്നുള്ളത് നിന്റെ വെറും തോന്നലാണ്. എൻ്റെ അസുഖത്തെപ്പറ്റി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല. ആ ആക്സിഡന്റിന്റെ പേരിൽ നിന്നെ ആരും ബ്ലെയിം ചെയ്തിട്ടില്ല, അതൊരിക്കലും ചെയ്യത്തുമില്ല. കാരണം നീ കാരണമല്ല അത് സംഭവിച്ചത്. നീ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കമ്പനിയും എൻ്റെ ഫാമിലി ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അതെല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് പറ്റിയത്. അതുകൊണ്ട് അതുപോലെ ഇനി അങ്ങോട്ട് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് മിസ് കിം പറയുന്നത് കേൾക്കുമ്പോൾ അവൻ പൊട്ടിക്കരയും. ഇതെല്ലാം കേട്ടോണ്ട് ഹായൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദറിന് ഫ്രൂട്ട്സുമായിട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ് ഫ്യൂണറിന് കണ്ടപ്പോഴും ഗ്രേവി വെച്ച് കണ്ടപ്പോഴും അവൻ അപ്പോളജൈസ് ചെയ്തതെന്നും അസുഖമായിട്ട് കിടന്നപ്പോൾ എനിക്ക് അസുഖമാകാൻ പാടില്ല, അസുഖമായിട്ട് കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അവൻ പറഞ്ഞതെന്നും അവൾ തിരിച്ചറിയും. ഹായൻ ടേസൂക്കിനെ കണ്ടിട്ട് ഞാനെല്ലാം കേട്ടു, പുറത്ത് നിൽക്കുമായിരുന്നു എന്ന് പറയും. അവൻ്റെ കയ്യിൽ എപ്പോഴും കാണുന്ന ക്യാൻറ്റീൻ കൊടുക്കും. ആദ്യമായിട്ട് അവളാണ് അവന് കൊടുത്തതെന്ന് അവൾക്ക് ഓർമ്മയില്ല. ഇയാൾ വീണ്ടും എനിക്കിത് തരികയാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഇയാളല്ലേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നതെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. ചാൻ പിറ്റേ ദിവസം ഹാരനെ കാണാനായിട്ട് ചെല്ലും. 7 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ എൻ്റെ ലൈഫ് രക്ഷിച്ചു, എന്താണെന്ന് സംഭവിച്ചതെന്ന് എല്ലാം ഇതിലുണ്ട്, ഇയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ മുഴുവൻ ഇതിലുണ്ട്, ഇതൊന്ന് നോക്കാൻ പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഇയാൾ ഹോക്ചാനായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചു. ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിട്ടും സത്യം മറച്ചു വെച്ചു. ഈ 2 ഫാക്ട്സ് ഞാനിത് നോക്കിയെന്ന് കണ്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. എങ്കിൽ പിന്നെ ഇയാൾ എന്ത് കാണിച്ചിട്ടും എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഒരു കാര്യമില്ല, കാരണം എൻ്റെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല. ഇയാൾ ഇനി എന്നെ കാണാൻ വരരുത്, കാരണം ഇയാളെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട കഴിഞ്ഞ 7 വർഷങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകും. പെട്ടെന്ന് അവൻ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നിയിട്ട് വയ്യാതെ വരും. കയ്യിൽ നിന്ന് ടാബ് താഴെ പോവും, അത് താഴെ വീണ് പൊട്ടും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൻ ഇത് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു വണ്ടി അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങും. ആദ്യം യുഎമ്മിനെയും കൂട്ടി പോയി കുറേ നേരം പ്രാക്ടീസ് ചെയ്യും. അവള് ക്ഷീണിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് അവൻ പറയും. ടീമിലെ ബാക്കി എല്ലാവരും എന്നെ ഇന്ന് കാണാനായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല ബഹളമായിരിക്കും, ഇനി ഇയാൾ ഇവിടെ നിൽക്കേണ്ട, വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് യുഎം അവളോട് പറയും. അവർക്കെല്ലാം സ്നാക്സ് വാങ്ങി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഹാദം തിരിച്ചു വരുന്നുണ്ടെ കാണുന്നത് അവൾ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ കൊണ്ട് കരയുന്ന യുഎമ്മിനെയാണ്. അവൾക്ക് കാര്യം മനസ്സിലാവും. അവളെ കാണുമ്പോഴത്തേക്കിനും എനിക്കിനി പഴയതുപോലെ ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മറ്റാരെക്കാട്ടിലും എൻ്റെ ബോഡി എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയും. മിസ് കിമ്മിന് ഉറങ്ങാൻ പറ്റുന്നില്ല, സർജറിയെ പറ്റി ആലോചിച്ചുള്ള ടെൻഷനാണെന്ന് പാർക്കിന് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ മുടി ഷേവ് ചെയ്യേണ്ടി വരും, അപ്പോൾ എൻ്റെ ഭംഗി പോകുമല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നതെന്ന് തമാശയായിട്ട് പാർക്കിനോട് അവർ പറയും. അത് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി പാർക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബൊക്കെ നോക്കി മിസ് കിം ഉറങ്ങുന്ന നേരത്ത് നിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാപ്പ് അവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ മിസ് കിമ്മിന് സന്തോഷവും, ഇയാള് സർജറി കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാനും റിട്ടയർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇനിയുള്ള ലൈഫ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമോ എന്ന് പാർക്ക് മിസ് കിമ്മിൻ്റെ അടുത്ത് ചോദിക്കും. കിം സമ്മതിക്കും. പാർക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്നത് വിഷമിച്ചിരിക്കുന്ന ചാനയാണ്.
എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഹാരൻ എല്ലാം മനസ്സിലാക്കി. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കത്തില്ലെന്ന് അവൻ സങ്കടത്തോടെ പറയും. എന്നിട്ട് അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം പാർക്കുമായിട്ട് ഷെയർ ചെയ്യും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു പറയണം. കൃത്യമായിട്ടുള്ള സമയം ഒന്ന് നോക്കിയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് പാർക്ക് ഓർക്കും. നിനക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ സ്നേഹം എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് അവളെ മനസ്സിലാക്കിയാലും മതി. അതാവുമ്പോൾ പിന്നീട് നീ തുറന്നു പറയുന്നുണ്ടേ അവൾ നിന്നെ കേൾക്കാൻ തയ്യാറാവുമെന്നും പാർക്ക് അന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ മറുപടി പറയുന്നത്, ഞാൻ അതെല്ലാം പറയുവാണെങ്കിൽ അവൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവളെ ഓർമ്മിപ്പിക്കേണ്ടി വരും. അതെനിക്ക് വയ്യെന്നായിരുന്നു. അതെല്ലാം ഓർത്തിട്ട് പാർക്ക് നോക്കുന്നുണ്ടേ അവനെ നല്ലതുപോലെ പനിക്കുന്നുണ്ട്. ഹാരൻ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്നത് കാണുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഹായൻ ചോദിക്കും. ഞാൻ ഇതുവരെ നല്ലൊരു സ്വപ്നം കാണുകയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതൊരു പേടി സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഓർമ്മകളൊക്കെ മറക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിക്കും. പനിയുള്ളത് കൊണ്ട് ഹായൻ അന്ന് ഹാരന്റെ കൂടെയാണ് കിടക്കുന്നത്. ഹായൻ രാത്രിയിൽ ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് ഹാരൻ ഇല്ല. എല്ലായിടത്തും പോയി വിളിച്ചു നോക്കുമ്പോൾ അവളെ ഫോണൊക്കെ എവിടെ വെച്ചിട്ട് പുറത്തെവിടെയോ പോയതാണെന്ന് മനസ്സിലാവും. ഹായൻ ഓഫീസിൽ പോയി നോക്കും, അവിടെയും ഹാരൻ ഇല്ല. അവൾ പേടിച്ചിട്ട് വിളിക്കുന്നത് ചാനനെയാണ്. ഹാരൻ കോണ്ടാക്ട് ചെയ്തു എന്ന് ചോദിക്കും. എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഹാരൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കേട്ടിട്ട് എനിക്ക് പേടിയായി. ഇപ്പോൾ ഹാരനെ കാണാനില്ല, കാറൊന്നും ഇവിടെ ഇല്ല. എനിക്ക് വേറെ ആരെയും വിളിച്ച് ചോദിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് അവൾ പറയും. പനിയായിട്ട് ഒന്നും വകവെക്കാതെ അവൻ പാതിരാത്രിക്ക് പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പാർക്ക് ചോദിക്കും. ഞാൻ ഹാരനെ അന്വേഷിച്ച് പോവുകയാണ്, അവളെ കണ്ടുപിടിക്കുന്നത് ഞാൻ തന്നെ ആവണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹോക്ചാൻ കാർ ഓടിച്ച് വരുന്നത് പോലെ അവന് തോന്നും. അവന്റെ ശ്രദ്ധ മാറിപ്പോവും. ആക്സിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ അവന് കാർ മാറ്റി നിർത്താനായിട്ട് പറ്റും. പക്ഷെ എന്തൊക്കെ ഓർമ്മകൾ അവന് വരും. അവൻ ഹോക്ചാനെ അടിക്കുന്നതും അവിടെ നിന്ന് ഒരു കണ്ടെയ്നർ താഴേക്ക് വീഴുന്നതും അതിന്ന് എന്തോ ഹോക്ചാന്റെ ചുണ്ടിലേക്ക് തെറിച്ച് വീഴുന്നതും ഒക്കെ അവൻ ഓർമ്മ വരും. അവൻ കാരണമാണോ ആ ആക്സിഡന്റ് സംഭവിച്ചതെന്ന് അവന് പെട്ടെന്ന് സംശയം തോന്നും. അതുകൊണ്ട് അടുത്ത ദിവസം അവൻ സുജിനെ കാണാനായിട്ട് വരും. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനായിട്ട് വന്നതാണ്. ആക്സിഡന്റിന്റെ ദിവസം ഞാൻ ഹോക്ചാനെ മീറ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഓർമ്മയില്ലേ, ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഹോക്ചാന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഇയാൾ ചാറ്റ് ചെയ്തു എന്ന് ഇയാള് ചാന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരമായി എന്ന് സുജിൻ അവനോട് പറയും. തിരിച്ചു വരുമ്പോൾ റൂമിൽ വെച്ച് തന്നെ ഹോക്ചാന്റെ അടുത്ത് സത്യമെല്ലാം തുറന്നു പറയാനായിട്ട് ചാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് പ്രൊഫസറെ കാണണമെന്ന് പറഞ്ഞിട്ട് ലാബിൽ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകും. അങ്ങനെ ലാബിൽ ചെല്ലുമ്പോൾ എന്താണ് നിനക്ക് പറയാനുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഹോക്ചാൻ ദേഷ്യം വരും. എന്തിനാണ് നീ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചത്? കുറച്ച് തവണ ഞാൻ അങ്ങോട്ടേക്കൊന്ന് മെസ്സേജ് അയക്കാമെന്ന് ചോദിച്ചത് നീ കാര്യമായിട്ട് അങ്ങ് എടുക്കുമായിരുന്നോ? നിങ്ങൾ എന്താണ് പരസ്പരം സംസാരിച്ചത്? നിന്നെ ആരും ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ട് നിനക്ക് അറ്റൻഷൻ തന്നപ്പോൾ നിനക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ചാനിന് ദേഷ്യം വരും. ആ സമയത്താണ് ഇയർഫോൺ എൻ്റെ കാറിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് സുജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കും. ഹോക്ചാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട് ദേഷ്യത്തില് അവൻ ഹോക്ചാനെ അടിക്കും. അപ്പോൾ മേളിൽ ഇരുന്ന് കണ്ടെയ്നർ താഴെ വീഴും. അവന്റെ ചുണ്ടിന് പരിക്ക് പറ്റുകയും ചെയ്യും. ഞാൻ കാരണമാണോ ആ കണ്ടെയ്നർ താഴെ വീണതെന്ന് അവൻ ചോദിക്കുമ്പോൾ അതേന്ന് സുജിൻ പറയും. നിങ്ങൾ തമ്മിൽ അടിയുണ്ടായപ്പോൾ ആ കണ്ടെയ്നർ താഴെ വീണു, ഹോക്ചാന്റെ ചുണ്ട് മുറിയുകയും ചെയ്തു. അതിനുശേഷമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചത്. ഇപ്പോഴും അന്ന് നീ ഹാരനെ സ്നേഹിച്ചിരുന്നില്ല എന്ന് നിനക്ക് പറയാനായിട്ട് പറ്റുമോ? നീ കാരണമാണ് ആ എക്സ്പ്ലോഷൻ സംഭവിച്ചതും ഹോക്ചാൻ മരിച്ചതും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയതും. അതുകൊണ്ട് ഇയാളുടേത് മഹത്തരമായ എന്തോ ഒരു ലവ് സ്റ്റോറി ആണെന്നുള്ള രീതിക്കൊന്നും സംസാരിക്കരുത്. നീ മറ്റൊരാളുടെ ഗേൾഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ നോക്കുകയും ആ ആളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്ത ഒരാളാണ്. ഇപ്പോൾ സത്യം അറിഞ്ഞപ്പോൾ എങ്ങനെ തോന്നുന്നു? വെറുതെ ആവശ്യമില്ലാതെ പാസ് ഡിഗ് ചെയ്ത് പോരുന്നത് ഞാൻ ഇയാളോട് പറഞ്ഞതല്ലേ എന്ന് സുജിൻ അവനോട് ദേഷ്യത്തിൽ ചോദിക്കും. അവരൊന്നിച്ചു പോയ സ്ഥലത്ത് പോയിരുന്ന് കരഞ്ഞതിന് ശേഷം രാവിലെ ആവുമ്പോൾ ഹാരൻ തിരിച്ചു വരും. അവളെ കാണുന്നുണ്ടാണ് ഹായങ്ങിന് ആശ്വാസമാവുന്നത്. എന്നോടൊന്നും പറയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഞാൻ വിഷമിക്കുമെന്ന് അറിയത്തില്ലേ എന്ന് അവൾ ചോദിക്കും. ചാനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചാന്റെ പേര് ഇനി എന്നോട് പറയരുതെന്ന് ഹാരൻ അവളോട് പറയും. അതല്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ നിന്നെ കാണാതെ പേടിച്ചിട്ട് ചാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എവിടെ ഉണ്ടാവും എന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ചാൻ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ മിസ്സായതായിരിക്കും എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇവളെ മൈൻഡ് ചെയ്യാത്ത കൂട്ടം കയറി പോകാനായിട്ട് തുടങ്ങും. ഹായൻ ചാനെ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് പറയുന്നത് കേൾക്കുമ്പോൾ ഇവക്ക് പെട്ടെന്ന് അവന് കാർ ഓടിക്കുമ്പോഴത്തേക്കിനും ഇടത്തെ സൈഡ് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലതവണ അപകടം സംഭവിക്കാൻ പോയതൊക്കെ ഓർമ്മ വരും. പെട്ടെന്ന് അവൾ ചാനിനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങും. പാർക്കിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവിടെയും അവൻ ചെന്നിട്ടില്ല. ബോസ്റ്റണിൽ നിന്ന് ഒരു പേഷ്യന്റ്
നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനൊക്കെ അവിടെ ക്ലാസ് എടുക്കുകയാണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കേസാണ്. അവിടെ എക്സ്പ്ലോഷനിൽ അയാളുടെ ബ്രെയിനിൽ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം തറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഹാലുസിനേഷൻസ് ഒക്കെ വരാറുണ്ട്. അയാളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളുടെ ഹോസ്പിറ്റലിൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്രെയിനിൽ തറച്ചിരിക്കുന്ന ആ ഒരു സാധനം കാരണമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അടുത്ത് തന്നെ ഇവിടെ ചെക്കപ്പിന് വരുന്നുണ്ടെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അത് കേട്ടിട്ട് സംശയം തോന്നിയിട്ട് സുജിൻ ചെന്ന് റിസപ്ഷനിൽ ചോദിക്കും, സോനു ഷാനാണ് വരേണ്ടത് ഇന്ന്, പക്ഷെ ആൾ എത്തിയിട്ടില്ല എന്ന് റിസപ്ഷനിൽ നിന്ന് അവളുടെ അടുത്ത് പറയും. ഷാനെ അന്വേഷിച്ച് തിരിച്ച് കാറിലേക്ക് കയറാൻ വരുമ്പോൾ നമ്മളുടെ ട്രയൽ എൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു നോട്ട് അവൾക്ക് കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടും. ആ സീസൺ കഴിഞ്ഞു പോകും, സ്പ്രിംഗ് സീസൺ ആവും. കഴിഞ്ഞ വർഷം ഒരു സ്പ്രിംഗ് സീസൺ പോലെ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന് എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ആള് ഈ വർഷം സ്പ്രിംഗ് സീസൺ ആയപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആയി എന്ന് ഹാരൻ സങ്കടത്തോടെ ഓർക്കും.